നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രണയം നിരസിച്ചതിനെ പങ്കാളികളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുകയാണ്. കാമുകിയെ വീട്ടിനുള്ളിൽ പോലും കയറി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇപ്പോഴിതാ കോയമ്പത്തൂരിൽ ഒരു മലയാളി പെൺകുട്ടിയെ അതിക്രൂരമായി വീട്ടിൽ കയറി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. പൊള്ളാച്ചി വടുകപ്പാളയത്ത് ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രണയാഭ്യർത്ഥന നിരസിച്ച മലയാളി വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ കയറി യുവാവ് കുത്തി കൊലപ്പെടുത്തി എന്നാണ്. പൊന്മുത്തു നഗറിലെ മലയാളി കുടുംബത്തിലെ കണ്ണന്റെ മകൾ അഷിക 19 വയസ്സാണ് പ്രായം, കൊല്ലപ്പെട്ടത്. പിന്നീട് പോലീസിൽ കീഴടങ്ങിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ പ്രവീൺ കുമാറാണ് അറസ്റ്റിലായത്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ 2ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് അഷിക. പിന്നീടാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആദ്യമൊക്കെ തന്നെ ഈയൊരു കൊലപാതക വാർത്ത പുറത്തു വന്നപ്പോൾ വിവാഹാഭ്യർത്ഥന അത് നിരസിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു. അതിൻ്റെ വൈരാഗ്യത്തിലാണ് യുവാവ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു, അതിനിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രക്ഷിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് വിദ്യാർത്ഥിനി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ പ്രവീൺ കുമാർ വീട്ടിൽ അതിക്രമിച്ചു കയറി അതിക്രൂരമായി കുത്തുകയായിരുന്നു. കഴുത്തിലും നെഞ്ചിലും ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവസ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞ പ്രവീൺ കുമാർ പിന്നീട് വെസ്റ്റ് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. പെൺകുട്ടിയുടെ വീടിന് തൊട്ടടുത്താണ് ഈ പറയുന്ന യുവാവും താമസിച്ചിരുന്നത്. ഏകദേശം 5 വർഷത്തോളമാണ് ഇരുവരുടെയും കുടുംബങ്ങൾ ഒരുമിച്ച് അടുത്തടുത്തായി താമസിച്ചിരുന്നത്. ഈ സമയത്താണ് പ്രവീൺ പെൺകുട്ടിയുമായി പരിചയത്തിലായത്. അവിടെ വെച്ച് 2 വർഷം മുമ്പ് അഷികയുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തുടർന്ന് ഇരുവരുടെയും വീട്ടുകാർ ഇവരുടെ വിവാഹം നടത്താനും തീരുമാനിച്ചിരുന്നു. എന്നാൽ അഷിക ആൺകുട്ടികളുമായി അടുത്ത് ഇടപഴകുന്നത് പ്രവീൺ ഇഷ്ടമായിരുന്നില്ല. ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ പലപ്പോഴും തർക്കങ്ങളുണ്ടായിരുന്നു. പിന്നീട് അണ്ണാനഗറിലേക്ക് താമസം മാറിയ പ്രവീൺ പെൺകുട്ടിയെ ഇടയ്ക്കിടെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നുവെന്നും പോലീസ് പറയുന്നു. സംഭവത്തിന്റെ തലേ ദിവസവും പെൺകുട്ടി സുഹൃത്തുക്കളുമൊത്തുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ഇത് പ്രവീൺ കാണാനിടയായി. ഇതേ തുടർന്ന് പ്രകോപിതനായിട്ടാണ് ഇയാൾ വീട്ടിലെത്തി പെൺകുട്ടിയെ ആക്രമിച്ചത്. മൃതദേഹം സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കോളേജ് സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഫോട്ടോകളാണ് അഷിക വാട്സപ്പ് സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ചെയ്യരുതെന്ന് പ്രവീൺ അഷികയെ ഉപദേശിച്ചു. എന്നാൽ പെൺകുട്ടി അതിന് തയ്യാറായില്ല. മാത്രമല്ല, പോസ്റ്റ് ചെയ്യുന്നത് തുടരുകയും ചെയ്തു. ഇത് മാത്രമാണ് കാരണം. 2 മാസങ്ങൾക്ക് മുമ്പ് പെൺകുട്ടി അടുത്ത ബന്ധുവുമായുള്ള ചിത്രം സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്തു. ഇതിൽ പ്രകോപിതനായ പ്രവീൺ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ഇക്കാര്യത്തിൽ പരാതി പറഞ്ഞു. എന്നാൽ മകളെ സംശയിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നതും മനസ്സിലാക്കിയ മാതാപിതാക്കൾ പ്രവീണിനോട് ബന്ധം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് 2 മാസം മുമ്പ് ആ ബന്ധം അവസാനിപ്പിച്ചു. ഇതിനിടെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി എന്ന അടിക്കുറിപ്പോടെ അഷിക തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു ആനിമേറ്റഡ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയും തിങ്കളാഴ്ച അത് തന്റെ വാട്സപ്പ് സ്റ്റാറ്റസായി സൂക്ഷിക്കുകയും ചെയ്തു. ഫോട്ടോ കണ്ട പ്രവീൺ കുമാർ രോഷാകുലനായി. തുടർന്ന് പ്രവീൺ പെൺകുട്ടി തനിച്ചായിരുന്നപ്പോൾ വീട്ടിലെത്തി തർക്കത്തിലേർപ്പെട്ടു. തർക്കത്തിലൊടുവിലാണ് പേനാകത്തി ഉപയോഗിച്ച് പ്രവീൺ അഷികയുടെ കഴുത്തിൽ കുത്തിയത്. പേനാകത്തി പൊട്ടിയപ്പോൾ അടുക്കളയിൽ നിന്നെടുത്ത കത്തി ഉപയോഗിച്ച് ശരീരത്തിൽ 3 ഇടങ്ങളിലായി കുത്തി. തുടർന്ന് പ്രതി വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഉച്ചയ്ക്ക് 12:30 വീട്ടിൽ തിരിച്ചെത്തിയ അഷികയുടെ പിതാവ് കണ്ണൻ രക്തം വാർന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെ കണ്ടത്. ഉടൻ തന്നെ പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അറസ്റ്റ് രേഖപ്പെടുത്തി പ്രവീണിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത്തരം വാർത്തകൾ വരുമ്പോൾ പ്രണയമെന്ന വാക്കിന്റെ ന്യായീകരണം അർഹിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ജീവനെടുക്കുന്ന മനോഭാവത്തിൽ എവിടെയാണ് സ്നേഹവും പ്രണയവും എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. നിരാശയും നഷ്ടബോധവും നിയന്ത്രിക്കാനാകാത്ത മനുഷ്യർ മാനസിക വൈകല്യമുള്ളവരെ പോലെയാണ് പെരുമാറുന്നത്. പ്രത്യാഘാതങ്ങൾ ചിന്തിക്കാനാകാത്ത കുറ്റവാളികളായി മാറുന്നവരാണെങ്കിൽ അവർ സമൂഹത്തിന് തന്നെ ഒരു ഭീഷണിയാണ്. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഉദാഹരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. മാനസികാരോഗ്യ തലത്തിൽ തന്നെ ഈ ക്രൂരകൃത്യങ്ങൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. അവബോധവും ജാഗ്രതയും ആവശ്യമുണ്ട്. അത് വളരെ ഗൗരവത്തോടെ നിറവേറ്റേണ്ട ഒരു സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്.
പ്രണയം നിഷേധിച്ചതിന്റെ പേരിൽ അഥവാ പുരുഷനോട് നോ പറഞ്ഞു എന്നതിന്റെ പേരിൽ കൊല്ലപ്പെടേണ്ടവരാണോ ഇത്തരത്തിലുള്ള സ്ത്രീകൾ? ഇന്ന് കേരളത്തിലും ഒരു സമാനമായിട്ടുള്ള സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുനമ്പത്ത് ഒരു പള്ളിപ്പുറത്ത് യുവതിയെ ജീവിത പങ്കാളി തന്നെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതിക്രൂരമായി തന്നെയാണ് ഈ ഒരു യുവതിയെയും യുവാവ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പനമ്പള്ളി നഗർ സ്വദേശിനി പ്രീത 43 വയസ്സാണ്. ഭർത്താവ് തൈപ്പറമ്പിൽ വീട്ടിൽ സുരേഷാണ് വെട്ടിക്കൊന്നത്. തിങ്കളാഴ്ച രാത്രി 8:30 ഇരുവരും സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം. സുരേഷും പ്രീതിയും സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ സെന്റ് മൈക്കിൾ സ്കൂളിന് സമീപത്തെത്തിയപ്പോൾ സ്കൂട്ടർ നിർത്തി ഇറങ്ങിയ ശേഷം നടു റോഡിൽ പ്രീതയെ സുരേഷ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നെന്നാണ് വിവരം. ഇതിനുശേഷം സുരേഷ് മുനമ്പം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. കഴുത്തിലടക്കം ശരീരത്തിലും ആഴത്തിലാണ് പ്രീതയ്ക്ക് കുത്തേറ്റത്. കൊലയ്ക്ക് പിന്നിലെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രാത്രി 8:30 സംഭവം. ബൈക്കിൽ സഞ്ചരിക്കുകയാണ് ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പ്രാഥമികമായിട്ട് പറയുന്ന നിഗമനം. വീടിനടുത്തുള്ള വഴിയിൽ ബൈക്ക് നിർത്തിയ സുരേഷ് കയ്യിൽ കരുതിയ കത്തി കൊണ്ട് പ്രീതയെ പലതവണ കുത്തുകയായിരുന്നു. അതായത് കത്തി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കൃത്യമായി തന്നെ കൊലപ്പെടുത്തണമെന്ന് കരുതി തന്നെയായിരിക്കാം പ്രീതയും കൊണ്ട് സഞ്ചരിച്ചത്. തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രീത മരിച്ചു. പിന്നാലെ ഒളിവിൽ പോയ പ്രതി മുനമ്പം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. പ്രീതയ്ക്ക് കഴുത്തിലടക്കം ശരീരത്തിലും ആഴത്തിൽ കുത്തേറ്റു. കഴുത്തിലും നെഞ്ചിലുമേറ്റ പരിക്കാണ് മരണകാരണം. മൃതദേഹം പള്ളിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മുനമ്പം പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം കൂടുകയാണ്. കാലക്രമേണ മനുഷ്യബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാതെ എല്ലാം തൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കണമെന്നൊരു ചിന്തയും അതിനെ എതിർക്കുന്നതിനെ ഒഴിവാക്കുക എന്ന പ്രവൃത്തിയുമാണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് പിന്നിൽ. ദേഷ്യം നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മ, കൂട്ടുകാരുടെ സ്വാധീനം, ഞാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന തോന്നൽ, മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമകൾ കൂടിയായാൽ എല്ലാം ശുഭം. തൻ്റേതാകുന്നില്ല അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല എന്ന നിരാശ ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യർ മാനസിക വൈകല്യമുള്ളവരാണ്. നിരാശയും നഷ്ടബോധവും ഏറിയോ കുറഞ്ഞോ മനുഷ്യരെ ബാധിക്കും. പക്ഷേ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉള്ളവർക്ക് ഈ നഷ്ടബോധം നിയന്ത്രിക്കാനോ കൈകാര്യം ചെയ്യാനോ കഴിയില്ല. വ്യക്തിബന്ധങ്ങൾ അത് ഏത് തലത്തിലായാലും ആരോഗ്യകരമായ രീതിയിലാകണം. പരസ്പര വിശ്വാസവും ജനാധിപത്യ ബോധവും ഏത് ബന്ധത്തിലും ഉണ്ടാകണം. സൗഹൃദമോ പ്രണയമോ തുടങ്ങാനുള്ള അതേ അവകാശം പിൻവാങ്ങാനുമുണ്ടെന്നത് പരസ്പരം ഉൾക്കൊള്ളാനുമാകണം. ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് ജീവിതത്തിന്റെ അവസാനമല്ലെന്ന ആത്മവിശ്വാസം ഓരോ വ്യക്തിക്കും ഉണ്ടാകണം. തിരസ്കരിക്കപ്പെടുമെന്ന ഭീതി താങ്ങാനാകാത്ത മാനസിക സംഘർഷമായി മാറുന്നത് ആരോഗ്യകരമല്ലെന്ന് സ്വയം തിരിച്ചറിയണം. അത് ചികിത്സിക്കണം. സ്നേഹത്തിൻ്റെയോ പ്രണയത്തിൻ്റെയോ പേരിൽ കൊലകൾ നടക്കുമ്പോൾ ഒരല്പം സഹതാപം കലർത്തി ആഘോഷിച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പതിവ്. അത് തെറ്റാണ്. കൊന്നു തീർക്കുന്ന സ്നേഹം ഗുരുതരമായ മാനസിക ആരോഗ്യ പ്രശ്നമാണ്. അതുള്ളവരെ തിരിച്ചറിയാനും തിരുത്താനും ചികിത്സയിൽ എത്തിക്കാനും സമൂഹത്തിന് ആകെ ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം കേസുകളിൽ കൂടുതൽ ഇരകളാകുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഈ വൈകല്യങ്ങൾ തിരിച്ചറിയാനുള്ള പരിശീലനം ആവശ്യമുണ്ട്. തുടക്കത്തിൽ കൗതുകകരമായി തോന്നുന്ന സവിശേഷ സ്വഭാവങ്ങൾ പോലും വൈകല്യ ലക്ഷണങ്ങളാണോ എന്ന് തിരിച്ചറിയാനുള്ള കരുതൽ ഏത് ബന്ധത്തിലും ഉണ്ടാകണം. മാത്രമല്ല, ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള നമ്മുടെ ഒരു തിടുക്കം അത് സ്നേഹ കൂടുതലായി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. തീ കൊളുത്തി കൊല്ലുന്ന രീതിയിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ബോധമാണ് മുന്നോട്ട് നിൽക്കുന്നത്. മരണം അഥവാ തകർച്ച ഉറപ്പാക്കണമെന്നാണ് കുറ്റവാളിയുടെ ചിന്താഗതി. ആസിഡ് ഒഴിക്കുകയോ ബലാത്കാരം നടത്തുകയോ ചെയ്യുന്ന മാനസികാവസ്ഥയും മാത്രമല്ല വഞ്ചിക്കപ്പെടുന്നു എന്ന സംശയരോഗവും വൈകല്യമാണ്. വഞ്ചിക്കപ്പെട്ടാൽ തന്നെ അങ്ങനെ ചെയ്യുന്ന പങ്കാളിയുടെ വ്യക്തിത്വമില്ലായ്മയാണെന്ന് തിരിച്ചറിഞ്ഞ് നിലപാടെടുക്കാനുള്ള ഒരു പക്വത നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. മാത്രമല്ല, ചെറിയ പ്രകോപനങ്ങൾ പോലും വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് ആ നേരങ്ങളിൽ ഒരു വിദഗ്ധ ഉപദേശത്തിലുള്ള സാഹചര്യം ഉണ്ടാകണം. ആധുനിക സമൂഹം അതിനായി പല രീതിയിലുള്ള പലപ്പോഴും ഇത്തരത്തിലുള്ള ആത്മഹത്യാ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ അതിന് താഴെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ വിദഗ്ധരുടെയൊക്കെ നമ്പർ ഇപ്പോൾ കൊടുക്കുന്നത് കൂടുതലായിരിക്കുകയാണ്. അത്തരത്തിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്കുള്ളത്. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം ബന്ധങ്ങളിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും അനിവാര്യമാണെന്ന ബോധം നമുക്ക് ആകെ ഉണ്ടാകണം. ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയെങ്കിലും കേൾക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കും ആഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്.